നമ്മളിപ്പോൾ ഇത് പോകുന്നത് ഇന്നിപ്പോൾ പോകുന്നത് മലമണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. മലമണ്ട ഹിൽസ്. അത് കുട്ടിക്കാനത്തിനടുത്തുള്ളൊരു സ്ഥലമാണ്. ഇതിപ്പം നേരത്തെ എടുത്ത വീഡിയോ ആണ്. ഞാനിപ്പം ഓഡിയോ റെക്കോർഡ് ചെയ്ത് ഇടുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തുടങ്ങിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ക്ലിപ്പിങ്സ് ആയിട്ടാണ് എടുത്തത്. അപ്പം നമുക്ക് ബാക്കി ഇതിപ്പോൾ നമ്മൾ ഓഫ് റോഡ് കയറിക്കൊണ്ടിരിക്കുന്ന വിഷ്വലാണ് കാണുന്നത്. കാരണം നമ്മളിപ്പം വന്ന് കുറച്ച് നേരം താഴെ നിന്നു. നമ്മളിപ്പോൾ മൊത്തം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഗോപ്രോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഫോണിൽ തന്നെ എടുക്കുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ അവൻ എൻ്റെ കൂടെ പോകുന്നതാണ്. അപ്പോൾ അവന് പുറകെ ഇരുന്ന് കയറി പോരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് ഫുള്ള് റോക്കി ടെറൈനാണ്. നമ്മളിപ്പം അത്യാവശ്യം നല്ല ഓഫ് റോഡ് തന്നെയാണ് പറയുമ്പോൾ. കാരണം ഉറുമ്പിക്കരയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഉറുമ്പിക്കരയും അത്യാവശ്യം ടഫ് ഓഫ് റോഡ് തന്നെയാണ്. പക്ഷേ ആ ഉറുമ്പിക്കരയുടെ ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പിക്കര എല്ലാ ടൈപ്പുള്ള ടെറൈൻസാണ്. പക്ഷേ ഇവിടെ ഫുള്ള് റോക്കി ടെറൈൻസ്, മീൻസ് ഫുള്ള് ഉരുളൻ കല്ലുകളും അങ്ങനത്തെ ടെറൈൻ മാത്രമാണുള്ളത്. പിന്നെ ഇടയ്ക്ക് ശകലം സ്ഥലത്ത് മാത്രമേ ഒരു എന്നാ പറയുക നോർമലായിട്ടുള്ള ടെറൈനുള്ളൂ. ഉറുമ്പിക്കര എന്ന് പറയുമ്പോൾ എല്ലാ ടെറൈനും ഉണ്ടല്ലോ, മഡ് എല്ലാ ടെറൈൻസും വരുന്നുണ്ട്. അതിനുള്ള അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് തന്നെ കാണാം, ഒരു സൂപ്പർ വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക ഒരു റിഫ്രഷിങ് മൂഡാണ്. മേളിൽ കയറി ചെല്ലുന്ന ഇച്ചിരി പാടാണ്. കാരണം വണ്ടിയൊക്കെ ഓടിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ടയർഡാവും. പക്ഷെ എന്തായാലും മേളിൽ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് സമ്മാനിച്ചേക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും മേളിൽ ചെന്നിട്ട് എനിക്കിപ്പോൾ നമ്മൾ മേളിൽ കയറി ചെന്നതിൻ്റെ വിഷ്വലാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഏറ്റവും മേളിൽ വരെ കയറി ചെന്നു. ഇവിടുന്ന് കുറച്ചുകൂടെ കയറാനുണ്ട്. അത് പിന്നെ നമ്മളിപ്പം എന്നാ പറയുക മേളിലോട്ട് കയറുന്നില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരുള്ളൂ. കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതിപ്പോൾ കാണുന്ന പോലെ മേളിലോട്ട് കയറിപ്പോകും. അവിടെ ഒരു നല്ല വ്യൂ ആണ്. ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് ഏറ്റവും മുന്നിൽ ചെന്നിട്ടുള്ള വ്യൂ ആണ്. അവിടെ ഒരു കുരിശ് കാണാം. അതാണ് ഇതിൻ്റെ ടോപ്പ് സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ താഴത്തോട്ട് ഇപ്പോൾ ഞങ്ങൾ കയറി വന്നപ്പോൾ ഇത് ഫുള്ള് കോടയായി. ഇപ്പോൾ കോടയില്ലാത്തപ്പം താഴ്വശം കാണാമെന്നൊന്നും അറിയത്തില്ല. ഞാനിപ്പോൾ ഒരു അടിപൊളിയാണ്. ഇവിടെ മൊത്തം നീലക്കുറിഞ്ഞൊക്കെ പൂത്തി നിൽക്കുകയാണ്. എന്തായാലും ഒരു അടിപൊളി വൈബ് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുമ്പോൾ നല്ല ചുറ്റും നല്ല അടിപൊളി കോടയായി സൂപ്പർ നല്ല സ്പീഡിലും വ്യൂ ആണ്. അപ്പം ഇങ്ങനെ തന്നെ കാണുമ്പോൾ നല്ലൊരു റിഫ്രഷിങ് മൂഡാണ് ഫുള്ളായിട്ട്. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് ഒരു വേറൊരു വഴി ഇങ്ങോട്ട് കണ്ടു. അപ്പോൾ ഞങ്ങൾ അതിലൊന്ന് ചുമ്മാ പോയി നോക്കാമെന്ന് ഓർത്ത് പോവുകയാണ്. അപ്പോൾ ഇപ്പോഴും കോട ഇങ്ങനെ കയറുന്നു ഇറങ്ങുന്നു ആ ഒരു രീതിയിൽ അവിടെ നിൽക്കുന്നത്. പക്ഷെ എന്തായാലും കൊള്ളാം. അടിപൊളി ഒരു ഇത്രയൊരു സെറ്റപ്പായിട്ടുള്ളൊരു സ്ഥലം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് മേളിൽ കയറി ചെല്ലുക എന്നുള്ള ഇത്തിരി ടാസ്ക് ആണെങ്കിലും മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ വരുന്നവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്നവർ ശ്രദ്ധിക്കുക. മെയിനായിട്ട് എല്ലാ വണ്ടിയും ഇപ്പം ഓഫ് റോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഏത് വണ്ടിയായിട്ടാണെങ്കിലും കയറും. പക്ഷേ എന്നാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് നിങ്ങൾ വരുവാണെങ്കിൽ കിറ്റ് ഉള്ള വണ്ടികളായിട്ട് വരാതിരിക്കുക. മീൻസ് ഈ R15 RC അങ്ങനത്തെ വണ്ടികൾ. കാരണം ഞാൻ ഒത്തിരി വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല ഞാനിപ്പോൾ കയറി വന്നപ്പോൾ പോലും കണ്ടു കുറേ പേര് ഞാൻ താഴെ നിന്ന് കയറി വന്നു. അതിൻ്റെ കിറ്റൊക്കെ അടിച്ച് എല്ലാ വണ്ടിയുടെയും ഫൈബർ പാർട്ടൊക്കെയാണ് ഈ കിറ്റ് വരുന്നത്. അതെല്ലാം വെറുതെ പൊട്ടിപ്പോവും. വെറുതെ അത്രയും കാശ് മുടക്കേണ്ട ഒരവസ്ഥയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറണമെന്ന് അത്ര ആഗ്രഹമാണെങ്കിൽ ഇത് താഴെ വെച്ചിട്ട് നടന്ന് കയറിയാൽ മതി. കുറച്ച് നടക്കണമെന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും മേളിൽ കയറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാണാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്താത്തൊരു സ്ഥലമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതൊരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എന്നിരുന്നാൽ പോലും സൂപ്പറാണ്. കാരണം എന്താ പറയുക, ഇത്രയും ഒരു വിശാലമായിട്ട് ഇത്രയും സ്ഥലമുണ്ടായിട്ട് നമ്മളാരും അറിയാതെ പോയെന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. കാരണം ഇതൊക്കെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ആയി വരേണ്ടതാണ്. കാരണം ഇപ്പം ഞങ്ങൾ വന്ന സമയത്തിൻ്റെ ആണോ എന്നറിയത്തില്ല. എന്തായാലും നല്ല രസമുണ്ട്. ചുറ്റും കാണാം മൊത്തം പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും കൊള്ളാം. പിന്നെ ഇത് ഈ സൈഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും കണ്ടോ താഴെ ടെൻറ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ കണ്ട നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല. ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ താഴെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിപ്പം ഇവിടെ ടെൻറ്റിൻ്റെ കാര്യം അവിടെ ഒന്നും ആരും കാണുന്നില്ല. ഇപ്പം മേളിൽ കയറി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ കയറി വന്ന വഴിക്ക് 1-2 ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മേളിലോട്ട് കയറി വന്നപ്പോഴത്തേക്കും നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാണ് അടിപൊളി സ്ഥലമാണ്. സൂപ്പർ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ. നിങ്ങൾ ഒരു വർഷം ഇത് സ്ഥലം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു വർഷമെങ്കിലും വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. താഴെ നിന്ന് നമുക്ക് നടന്നു കയറി വന്നാലും നിങ്ങളിപ്പോൾ വണ്ടി ഇല്ല എന്നുള്ളതിൽ ആരും നടന്നു കയറി വന്നാലും അതിൽ നഷ്ടപ്പെടാനൊന്നുമില്ല. നല്ലൊരു കിടിലനൊരു അറ്റ്മോസ്ഫിയറാണ് ഇത് മൊത്തത്തിൽ.
അപ്പം നമ്മൾ ഇത് ഇറങ്ങി പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം നമുക്ക് ഇതിൽ കൂടുതൽ ക്ലിപ്പിങ്സ് ഒന്നും നമ്മുടെ ഇല്ല. ഇനിയും അടിപൊളി ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുക. നമുക്ക് ഇനിയും പുതിയ വീഡിയോസൊക്കെ വരുത്തണ്ടേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് അമർത്തുമായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും.